ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം ഒരു ദിവസത്തെ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഞാൻ കുറേയായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അതെന്തുകൊണ്ടാണെന്നും എന്താ കാരണമെന്നും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്നലെയാണ് അത് ഇട്ടിട്ടുണ്ടായേ. ഈ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായത് ബുധനാഴ്ചയാണ്. അപ്പോൾ അന്ന് രാവിലെ എണീച്ചപ്പോൾ തന്നെ നല്ല മഴക്കാറും മഴയൊക്കെ ഉള്ള ദിവസമായിരുന്നു കേട്ടോ. രാവിലെ കുറച്ച് സമയം വരെ അത് ഉണ്ടായിട്ടില്ലു, പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ രാവിലെ തന്നെ ചായ എടുത്തിട്ട് നിന്നിട്ട് പുറത്ത് മഴയൊക്കെ കണ്ടിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. കാരണം ഈ സമയമാകുമ്പം രണ്ടാളും എണീച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു കുറച്ച് ഫ്രീ ആയിട്ട് ഇരുന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ആസ്വദിക്കാമല്ലോ. അവരെണീച്ചാൽ പിന്നെ അവരെ ബേക്കിൽ തന്നെ നടക്കണ്ടേ. അങ്ങനെ ഇതാ ജസ്സു എണീച്ചിട്ടുണ്ട്, മദ്രസയുണ്ട്, പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിച്ച് മദ്രസയിലേക്ക് പോയെന്ന്. മദ്രസയുടെ അടുത്ത് തന്നെയാണ്, എന്നാലും ഞാൻ സ്കൂട്ടിയിൽ കൊണ്ടാക്കിയിട്ട് വരും കേട്ടോ. അങ്ങനെ ഓളെ കൊണ്ടാക്കിയിട്ട് വന്നിട്ടാണ് ഞാനിപ്പോൾ ടൈം ടേബിളൊക്കെ നോക്കിയിട്ട് ബുക്സ് എല്ലാം എടുത്തു വെക്കുന്നുള്ളത്. എക്സാമൊക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെയും കൂടി വായിച്ചു കൊടുക്കാനും ഒന്നും കൂടി എല്ലാം ഓർമ്മിപ്പിക്കാനും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ടൈം ടേബിളൊക്കെ ഇപ്പോൾ അധികവും ഞാൻ രാവിലെയാണ് എടുത്തു വെക്കലില്ലേ. പിന്നെ ഈ ബോക്സ് എല്ലാ ദിവസവും ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പണി കിട്ടും കേട്ടോ. കാരണം എന്തെങ്കിലും ഉണ്ടാവില്ല, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നോക്കിയിട്ട് എല്ലാം എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഫുൾ കംപ്ലൈൻ്റ് ആയിരിക്കും വന്നിട്ടാകുമ്പോൾ. അതുകൊണ്ട് ബുക്സ് എടുത്ത് വെക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് ഈ ബോക്സും. പിന്നെ ഇതൊക്കെ ഷാർപ്പ് ചെയ്ത് വെക്കണം, എക്സാം അല്ലേ. അപ്പോൾ പോയപാട് എക്സാം സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതൊക്കെ എടുത്ത് വെച്ചിട്ടാ. അങ്ങനെ ഇതാ എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ ഈ ബാഗ് ഉണ്ടല്ലോ, മീഷോന്ന് വാങ്ങിയതാണ്. വെറും 200 രൂപക്ക് വാങ്ങിയ ബാഗാണ് കേട്ടോ ഇത്. 200 തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ ഇത്ര മാസങ്ങളായിട്ട് യൂസ് ചെയ്തിട്ടും ഒരു ക്വാളിറ്റി ഇഷ്യൂസോ ഒരു പ്രശ്നമോ കളർ ഫെയ്ഡിങ്ങോ ഒന്നും ഉണ്ടായിട്ടില്ലേ. എല്ലാ വർഷവും ഞാൻ ബാഗ് വാങ്ങും. അതേപോലെ തന്നെ പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവൾ പുതിയ ബാഗ് വേണമെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കും എന്തിനാ വെറുതെ ഇത്രയും പൈസ കൊടുത്തിട്ട് ബാഗ് വാങ്ങുന്നത്, കൂടിപ്പോയ ഒരു വർഷമേ ഈ ബാഗ് എടുക്കുന്നുള്ളൂ. അങ്ങനെ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. നല്ല ക്വാളിറ്റിയിലെ നല്ല അടിപൊളി ബാഗാണ് കേട്ടോ അത്. എൻ്റെ സ്കൂൾ പർച്ചേസിങ് ടോട്ടലി മീഷോന്ന് തന്നെയാണ്. ലഞ്ച് ബോക്സ് ആയാലും വാട്ടർ ബോട്ടിലും എല്ലാം ഞാൻ മീഷോന്ന് തന്നെയാണ് കേട്ടോ വാങ്ങൽ. ഇതുവരെ എനിക്കൊരു ക്വാളിറ്റി ഇഷ്യൂസ് വന്നിട്ടില്ല. അപ്പോൾ ഇത് ബുധനാഴ്ച എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ബുധനാഴ്ച മോൾക്ക് വൈറ്റ് ഡ്രസ്സാണ്, വൈറ്റ് യൂണിഫോമാണ് സ്കൂളിലേക്ക് ഇടേണ്ടത്. അങ്ങനെ മദ്രസ വിട്ട് വരുമ്പോഴത്തേക്ക് ഇതേപോലെ മുടി കെട്ടേണ്ട ചീർപ്പ് എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ട് അവിടെ എടുത്ത് വെക്കൂട്ടാ. കാരണം ആകെ ഒരു 10 മിനിറ്റേ കിട്ടൂ മാക്സിമം മദ്രസ വിട്ട് യൂണിഫോമെല്ലാം ഇട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ട് പോവാൻ. അതുകൊണ്ട് എല്ലാം അങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഓളെ വെയിറ്റ് ചെയ്ത് നിൽക്കൽ. ഇന്ന് ജസുവിന് ലഞ്ചായിട്ട് കൊടുത്തിട്ടുണ്ടായത് ചോറും ബീട്രൂട്ടും ക്യാരറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള വറവില്ലേ അതും, പിന്നെ ഒരു പച്ചക്കറീൻ്റെ ഒരു തേങ്ങയെല്ലാം അരച്ചിട്ടുള്ള കറിയും. അവർക്ക് സ്കൂളിൽ പിന്നെ ചിക്കനും മീനും ഒന്നും അലോഡ് അല്ല കേട്ടോ, വെജിറ്റബിൾസ് മാത്രമേ പറ്റൂ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് എപ്പം കൊടുക്കൽ. ചോറ് വലിയ ഇഷ്ടമൊന്നുമല്ല, എപ്പം പറയും ചോറ് വേണ്ട, അപ്പം മതി. പിന്നെ എല്ലാ അപ്പങ്ങളും ഒക്കെ ഇഷ്ടമല്ല, എല്ലാ അപ്പങ്ങളൊന്നും കഴിക്കില്ല, ദോശ മാത്രമേ വലിയ താല്പര്യമുള്ളൂ. അതുകൊണ്ട് എപ്പോൾ നമുക്ക് ദോശയാക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ അപ്പാന്ന് വെച്ചതെന്നും പറഞ്ഞിട്ട് ഞാൻ ചോറ് തന്നെ വെച്ച് കൊടുക്കും. പിന്നെ സ്കൂൾ വിട്ട് വന്നിട്ടാകുമ്പോൾ അതന്നെ ആയിരിക്കും ഒക്കെ പറയാനും ഉണ്ടാവുക. അങ്ങനെ ഇതൊക്കെ. പിന്നെ സ്നാക്ക് ടൈമിന് ഫ്രൂട്ട്സ് മാത്രമാണ് ഞാൻ കൊടുക്കൽ. ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സൊക്കെ കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള ബിസ്ക്കറ്റ് ഐറ്റംസൊന്നും അലൗഡല്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കിറ്റൊക്കെ ആക്കി വെച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇതാ മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. വന്നപാടി യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുത്തിയിട്ടുണ്ട്. തീരെ ടൈമില്ലാണ്ട് നിൽക്കുമ്പം ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഞാൻ ബാക്കിൽ നിന്ന് മുടി കെട്ടി കൊടുക്കലാണ്. ഇന്ന് അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ജസ്റ്റ് സ്കൂളിൽ പോയിട്ടാ. എന്നിട്ട് ഇതാ ഞാൻ ദോശയും മീൻകറിയാണ് കഴിക്കുന്നുള്ളത്. പിന്നെ ഞാൻ ഉച്ചക്കത്തെ ഫുഡോ കാര്യങ്ങളൊന്നും എടുക്കാനൊക്കെ സമയം കിട്ടിയിട്ടില്ല. എനിക്കൊന്ന് ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നേ. പിന്നെ ഹോസ്പിറ്റലിലും പോകണം, ജസുവിൻ്റെ 2 പല്ല് പൊരിക്കാനുണ്ട്. അത് കുറച്ച് ടാസ്ക്കാണ്, വീട്ടിൽ നിന്നൊന്നും വിടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ എപ്പോഴും പൊരിക്കൽ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ബസ് കയറാൻ വേണ്ടി ഞാൻ നടന്നു പോയത്. നമ്മളെ അടിയിലൊരു ചായക്കടയാണ് കേട്ടോ ഇത്. നല്ല രസമില്ലേ കാണാൻ, ക്യാമറയിൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ നാട്. എൻ്റെ നാടിനെ പറ്റി കുറേ ആൾക്കാർ കളിയാക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ നാടിനെ കുറിച്ച് അറിയാത്തവരാണ് കേട്ടോ കളിയാക്കാൻ നിൽക്കുന്നവർ. പിന്നെ എന്നെ അറിയുന്നവരും ഒക്കെ ഇങ്ങനെ കളിയാക്കും, അങ്ങോട്ടാണല്ലേ ആടെയാണല്ലേ. പക്ഷേ ഈ നാട്ടിൽ നിന്നിട്ട് ശരിക്കും പറഞ്ഞാൽ വേറെ സ്ഥലത്തേക്ക് പോകാൻ തോന്നില്ല കേട്ടോ.
കാരണം ഇവിടെ ഈ ഒരു ഭംഗിയും അതേപോലെ ഇവിടെയുള്ള നാട്ടുകാരും എല്ലാവരും തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക് എനക്കൊന്നും പോകാൻ തോന്നലില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ബസ് വന്ന് പിന്നെ എനിക്കിതാ ഇങ്ങനെ ക്ലോത്തിൻ്റെ ഷോപ്പിൽ പോകാനുണ്ടായിരുന്നേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ജസുവിന് പാവാടിയും മറ്റേ ഒരു ബ്ലൗസും ഇല്ലേ അങ്ങനെ ഒക്കെ ഉണ്ട്. പക്ഷേ ആ ബ്ലൗസ് അത് കുറച്ച് പഴയതായതുകൊണ്ട് പുതിയതൊന്ന് അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു ഷോപ്പിൽ പോയി അത് വാങ്ങിയിട്ട് വന്ന് പിന്നെ ഇതാ ജസുവിനെ ഞാൻ സ്കൂൾ ബസ്സിൽ നിന്ന് ടൗണിൽ നിന്ന് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഓൾക്ക് അറിയില്ല, അറിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടെൻഷനായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പാന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ ഈടെ എത്തിയാൽ എപ്പോഴും ആ വെള്ളത്തിൻ്റെ അവിടെ തന്നെയാണ്, വെറുതെ പോയിട്ട് വെള്ളം എടുക്കും കുടിക്കും. ഈടെ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് അത് ഓൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ. അങ്ങനെ ഇതാ പല്ല് പൊരിക്കാൻ വേണ്ടിയിട്ട് സ്പ്രേ ചെയ്ത് തെറിപ്പിച്ചിട്ടാണ് കേട്ടോ. വേദനയൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ഓള് സമ്മതിക്കുന്നുണ്ടായിട്ടില്ല. നല്ല കരച്ചിലേനു. ലാസ്റ്റ് 5-6 ആൾ വന്നിട്ടാണ് ലാസ്റ്റ് ഓളെ 2 പല്ല് പൊരിച്ചെടുത്തിട്ടുണ്ടായേ. ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഈ സ്പ്രേ ചെയ്ത് തെറിപ്പിച്ചിട്ട് പല്ലൊരിക്കും വലിയ വേദന ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവള് കുറേ നേരം കരഞ്ഞിന്, എന്തോ ഓളെ പിടിച്ച് വെച്ച് പൊരിച്ചോണ്ടാന്നോന്നറിയില്ല. പിന്നെ അത് കുറേ നാളായി, 2 മാസത്തോളമായി 2 പല്ലും ആടാൻ തുടങ്ങിയിട്ട്. പിന്നെ അത് വെച്ച് നിൽക്കൽ റിസ്ക് ആയതുകൊണ്ടാണ് വന്നേ. പിന്നെ എന്തെല്ലോ ഓഫർ ചെയ്തിട്ടുണ്ടായിനി. അങ്ങനെ ഓൾക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം തന്നെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ അത് കഴിച്ചിട്ട് കുറച്ച് സമാധാനത്തിലിരുന്നു. അതുവരെ ഫുള്ള് എന്തിനാ അങ്ങനെ ആക്കിയേ ഫുള്ള് പരാതി ചെയ്യുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ലാസ്റ്റ് പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു കോക്ടെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, നല്ല നട്ട്സെല്ലാം ഇട്ട കോക്ടെയിലാണ്. പിന്നെ ജസുവിന് ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ലോഡഡ് ഫ്രൈസ് പറഞ്ഞു. കുറച്ച് മുന്നേ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിന്, ഓള് പറഞ്ഞെടുത്ത ലോഡഡ് ഫ്രൈസ് നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ക്രീമി ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ 2 ആളും കൂടി അത് എൻജോയ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിനെ. ഓക്കും നല്ല ഹാപ്പിയായി. പിന്നെ പല്ല് പൊരിച്ച വേദനയെല്ലാം ഓള് മറന്നിട്ടുണ്ടായിന് കേട്ടോ. ഇത് ശരിക്കും പല്ല് പൊരിച്ചതിന് ഓളെ ടെൻഷൻ മാറ്റാനൊന്നല്ല കേട്ടോ. ഞാനും ജസും ഇതേപോലെ ടൗണിൽ വന്നാൽ ഓക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞാനും കഴിക്കും എപ്പോഴെങ്കിലും കേട്ടോ, എപ്പോഴല്ല. എപ്പോഴും പോക്ക് ഹസ്ബൻഡ് ഉണ്ടാകുമ്പോൾ ഇതേപോലെ ഞാനും ഓളും ഇടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് ഏകദേശം ഒരു മാസത്തിലൊരിക്കലെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വരും. അപ്പം ജസുവിനെയും കൂട്ടും. അങ്ങനെ നേരെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിന്. കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിന്, എല്ലാം വാങ്ങി. പിന്നെ നല്ല ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് നല്ല ആൾക്കാരും ഉണ്ടായിന്. അങ്ങനെ കുറേ ക്യൂ നിന്ന് ബില്ലൊക്കെ അടിച്ച് പിന്നെ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ മുത്തുമ്മാൻ്റെ മോന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കലാന്നേ. അങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ നമ്മൾ 2 ആൾ നിന്ന് ജസുവിൻ്റെ കുറേ കഥകളൊക്കെ കേട്ട് അങ്ങനെ കുറേ വെയിറ്റ് ചെയ്തപ്പോൾ ഇതാ വന്നിട്ടുണ്ടേ. ഞാൻ അവരോട് പറഞ്ഞു കേട്ടോ നിങ്ങളെ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന്, പക്ഷെ അവരതുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ 2 ആളും കൂടി എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ വീട്ടിൽ സേഫായിട്ട് ആക്കി തന്നിട്ടുണ്ടേ. ഇവരെ പിന്നെ എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആയിരിക്കും കേട്ടോ, നാട്ടിലുണ്ടെങ്കിൽ അവരെവിടെയായാലും വരും. അങ്ങനെ ഇതാ ഈ ഒരു പാവാടക്കാണ് ഞാൻ ഈ ഒരു ക്ലോത്ത് വാങ്ങിയിട്ടില്ലേ. ഈ പാവാടേൻ്റെ തന്നെ സെയിം ബ്ലൗസ് ഉണ്ട്, പക്ഷെ അതൊരു കുറച്ച് പഴയതുപോലെ തോന്നിയിട്ട് ഇതാ ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ വീട്ടിൽ എൻ്റെ ഉമ്മ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് എപ്പം വേണമെങ്കിലും അടിച്ചു തരും. ഇതിപ്പം വെള്ളിയാഴ്ചത്തേക്കുള്ളതാണ് ഞാൻ ബുധനാഴ്ച കൊണ്ടു കൊടുത്തിട്ടുള്ളത്. പിന്നെ അങ്ങനെ വീട്ടിൽ വന്ന് ചായ മസ്റ്റാണല്ലോ, എനിക്ക് രാവിലത്തേനങ്ങാട്ടി ഇമ്പോർട്ടൻ്റ് ആണ് വൈകുന്നേരത്തെ ചായ. അങ്ങനെ ചായ കുടിച്ചു. പിന്നെ ഒരു പപ്സ് ഉണ്ടായിരുന്നു, നല്ല മുട്ട പപ്സ്, അത് കഴിച്ചു. പിന്നെ എക്സാം ആയതുകൊണ്ട് തന്നെ ഇതാ പഠിപ്പിക്കാനിരുന്നാൽ എൻ്റെ സിറ്റുവേഷൻ ഇതാണ് കേട്ടോ. ജസുവിനാണ് പഠിക്കേണ്ടതെങ്കിലും മിസുവും കൂടി വരും. പിന്നെ ഫുള്ളാടെ പറയണ്ടല്ലോ, എങ്ങനെയൊക്കെയോ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടാണ് അവളെ പഠിപ്പിച്ചെടുക്കൽ. പിന്നെ രാത്രി ഇതാ ചപ്പാത്തി മീൻകറിയാണ്. ഒരു ചപ്പാത്തിയേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ, ലോഡഡ് ഫ്രൈസ് എല്ലാം കഴിച്ചുകൊണ്ട് ആ ഒരു ഇതിൽ തന്നെയാണ് ഉണ്ടായേ. പിന്നെ ഇതെൻ്റെ വീട്ടിലായ ഫാഷൻ ഫ്രൂട്ടാണ്. നമ്മളെപ്പോഴും ഈ ഫാഷൻ ഫ്രൂട്ട് പഞ്ചസാര മാത്രം ഇട്ടിട്ടല്ലേ കഴിക്കൽ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് കഴിച്ച് നോക്കിനെ. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി കഴിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയും കൂടി ട്രൈ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയല്ലോ. വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ ബൈ.